അർബുദ രോഗബാധിതനായ 26-കാരന് അടിയന്തര ചികിത്സാ സഹായം തേടി കുടുംബം. നെയ്യാറ്റിൻകര വെള്ളറട മൂങ്ങോട് സ്വദേശി ഷാമിൻ ഇബ്രാഹിമിനാണ് കീമോ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവ് വേണ്ടിവരുന്നത്. പണം കണ്ടെത്താൻ വഴികളൊന്നുമില്ലാതെ വിഷമിക്കുകയാണ് ഷാമിന്റെ ഈ നിർധന കുടുംബം. നെയ്യാറ്റിൻകര വെള്ളറട മൂങ്കോട് ഷാമിൻ മൻസിൽ ഇബ്രാഹിം സബീന ദമ്പതികളുടെ മകനായ ഷാമിൻ ഇബ്രാഹിമിന് വിദേശത്ത് ജോലിയിലിരിക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. വിട്ടുമാറാത്ത ചുമയെ തുടർന്ന് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയപ്പോഴാണ് ബി-സെൽ ലിംഫോമ എന്ന അർബുദമാണ് ഷാമിൻ ഇബ്രാഹിമിന് പിടിപെട്ടതെന്ന് കണ്ടെത്തിയത്. 2 വർഷമായി ഇപ്പം ഞാൻ രോഗത്തിലാണ്. വാപ്പാക്ക് വയ്യ, വാപ്പാൻ്റെ കാല് വയ്യ, അതേപടി എനിക്കും വയ്യ. ഉമ്മ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഉമ്മാക്ക് തൊഴിലുറപ്പിന് പോകണമെങ്കിലും ഇപ്പൊ എന്നെയും വാപ്പായും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെ ഇതിനോടകം ലക്ഷങ്ങൾ ചിലവുള്ള 6 കീമോകൾ ഷാമിൻ എടുത്തു. ഇനിയും 6 കീമോയും ഹാർട്ടി സെൽ ട്രാൻസ്പ്ലാന്റേഷനും മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്നാൽ ഈ ചികിത്സയ്ക്കുള്ള 60 ലക്ഷത്തോളം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന് ഈ കുടുംബത്തിനറിയില്ല. അവര് 2 പേരും കിടപ്പിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തൊഴിലുറപ്പിന് പോകും. ഇപ്പോൾ വയ്യാതായതുകൊണ്ട് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും സഹായിച്ചാൽ മാത്രമേ എൻ്റെ മോനെ എനിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഷാമിന്റെ പിതാവ് ഇബ്രാഹിമിന് കടുത്ത അർബുദ രോഗം ബാധിച്ചതിനെ തുടർന്ന് കാലുകളിലെ വിരലുകൾ നീക്കം ചെയ്തതാണ്. കുടുംബം ജോലി ചെയ്ത് പോറ്റാൻ കഴിയാത്ത അവസ്ഥ. ആകെയുള്ളത് സബീന ബീവിയുടെ വരുമാനം മാത്രമാണ്. ആകെയുള്ള 4 സെന്റ് സ്ഥലവും വീടും മാത്രമാണ് കുടുംബത്തിനുള്ളത്. ഇത് ബാങ്കിൽ പണയത്തിലും. അടിയന്തരമായി ചികിത്സ ആരംഭിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശം ലഭിക്കുമ്പോഴും ചികിത്സാ ചെലവിനായി വരുന്ന ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയാണ് ഈ കുടുംബത്തിനുള്ളത്. ഇതിനൊരു പരിഹാരം മനുഷ്യസ്നേഹികളിൽ നിന്നുള്ള സഹായം മാത്രമാണ്. ഈ പ്രതീക്ഷയിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. ജനം, തിരുവനന്തപുരം.